ശബരിമല സന്നിധാനത്തിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം ദർശനം പൂർത്തിയാക്കിയത് 87,774 ഭക്തരാണ്. മണിക്കൂറിൽ ശരാശരി 4000 ഭക്തർ വീതമാണ് 18-ാം പടി ചവിട്ടിയത്. നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. മകരവിളക്ക് വരെയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഗോകുൽനാഥുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയും പുതുവർഷ പുലരിയിൽ നല്ല തിരക്കായിരുന്നു ശബരിമലയിൽ. ഇന്നും സമാന അവസ്ഥയാണോ? എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ? ആര്യ, ഹരിപ്രിയ, കനത്ത തിരക്കിലാണ് ശബരിമല സന്നിധാനമുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പിറകിൽ കാണുന്ന ആൾക്കൂട്ടമെന്നുള്ളതാണ്. എന്തായാലും ഭക്തജന തിരക്ക് ശബരിമലയിൽ ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. 18-ാം പടി ഓരോ മണിക്കൂറിലും 3000-നും 4000-നും ഇടയിൽ ഭക്തരാണ് ശരാശരി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലകാലത്തെ താരതമ്യം ചെയ്യുമ്പോൾ മകരവിളക്ക് കാലത്ത് കനത്ത തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടാറുള്ളത്. അതിന് സമാനമായി തന്നെ ആ തിരക്ക് തുടരുകയുമാണെന്നുള്ളതാണ്. കനത്ത തിരക്ക് മരക്കൂട്ടം വരെ പിന്നിട്ടിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിവിധയിടങ്ങളിൽ ഭക്തരെ തടഞ്ഞുകൊണ്ടാണ് ബാച്ചുകളായിട്ടാണ് പോലീസ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. മണ്ഡലകാലത്തും സമാന തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം തിരക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണെന്നുള്ളതാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കനത്ത തിരക്ക് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലകാലത്ത് എത്താൻ പറ്റാതിരുന്ന ഭക്തർ പോലും ഇപ്പോൾ സന്നിധാനത്തെത്തി ദർശനം നടത്തുന്നുണ്ട്. മുൻ മണ്ഡലകാലത്തുണ്ടായിരുന്നത് പോലെ ഒരു സുഖദർശനത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. വളരെ വേഗത്തിൽ തൊഴുത് മടങ്ങാമെന്നുള്ളത് മാത്രമാണ്, മിനിറ്റുകളുടെ മാത്രം ദർശനം മാത്രമാണ് ഓരോ ഭക്തരും സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലകാലത്ത് സുഗമമായ ദർശനത്തിനുള്ള ഇടമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല. കനത്ത തിരക്കിലേക്ക് സന്നിധാനം മാറുകയാണ്. 70,000 ഭക്തർ എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് നിഷ്കരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നിലവിൽ സന്നിധാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം ഭക്തരാണെന്നുള്ളതാണ്. ഓരോ ദിവസവും 1 ലക്ഷത്തിന് മുകളിലേക്ക് ഭക്തരുടെ കണക്ക് ഉയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്ന ഒരു സാഹചര്യം കൂടെ കഴിഞ്ഞ ദിവസം കാണാനായെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്നിധാനം സന്ദർശിക്കുകയും തുടർന്ന് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. പ്രായമായ മാളികപ്പുറങ്ങൾക്കും കുട്ടികൾക്കും ഇത്തരത്തിൽ വരികൾക്കുള്ളിൽ തിങ്ങി നിന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇവർക്കായി പ്രത്യേകം വരികൾ ഒരുക്കണമെന്നുള്ളത് മുൻപ് ഇത്തരത്തിൽ ബാലാവകാശ കമ്മീഷനും വയോജന കമ്മീഷനും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ പോലും എത്തുകയും തുടർന്ന് കുട്ടികളടക്കം നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ എടുത്തു പറയുകയും ചെയ്തു. എന്തായാലും കനത്ത തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ കൂടുതൽ പോലീസ് സജ്ജീകരണങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലയ്ക്കൽ നിന്നും പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നത് ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ്. ആ ബാച്ചുകൾ തിരിച്ച് മരക്കൂട്ടത്തെത്തുമ്പോൾ ഒരു നിയന്ത്രണമുണ്ട്. മരക്കൂട്ടത്ത് നിന്ന് വലിയ നടപ്പന്തലിലേക്ക് നിയന്ത്രണമുണ്ട്. വലിയ നടപ്പന്തലിൽ ക്യൂ തടഞ്ഞു നിർത്തിയതിനു ശേഷമാണ് ഫ്ലൈ ഓവറിലേക്ക് കടത്തിവിടുകയും അവിടെ നിന്ന് പിന്നീട് സന്നിധാനത്തേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പുലരിയിൽ കനത്ത തിരക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുതുവത്സര പുലരിയിൽ കനത്ത തിരക്ക് ശബരിമല സന്നിധാനത്തുണ്ടായിരുന്നു. സമയത്ത് 87,000 എന്നുള്ളതാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക്. അതിനപ്പുറത്തേക്ക് സിവിൽ ദർശനം കൂടെ പരിഗണിക്കുമ്പോൾ അതിലുമേറെ 1 ലക്ഷത്തോട് അടുപ്പിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഗോകുൽനാഥാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.